പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ് ഇറാനെ സംയുക്തമായി ആക്രമിച്ച ഇസ്രായേലും ഒപ്പം അമേരിക്കയും. യുദ്ധം തുടരുന്നതിനിടെ 51 കുരുന്നുകളുടെ ജീവനാണ് ഇറാനിലെ സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ നഷ്ടമായത്. ഇപ്പോൾ ഒമാനിൽ നിന്ന് അലി കൂട്ടായി ചേരുന്നുണ്ട്. അലിയിലേക്ക് പോവുകയാണ്. അലി, ഒമാനിലെ നിലവിലെ സാഹചര്യം എന്താണ്? അവിടെ പ്രത്യേകിച്ച് ആക്രമണങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം അവിടെയുണ്ടോ? പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ആശങ്ക അത് എത്രത്തോളമാണ്? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? ഇതുവരെ ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മേഖലയിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ US ക്യാമ്പിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോഴും ഒമാനിൽ അങ്ങനെ ഒരു ആക്രമണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ഒമാൻ അധികൃതരും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയും അറിയിച്ചിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി പ്രത്യേകം ഇന്ത്യൻ പൗരന്മാരോട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പറും ഹെൽപ്പ് ലൈൻ നമ്പറും നൽകിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സഹായങ്ങൾക്കും അതുപോലെ തന്നെ വിവരങ്ങൾക്കും ബന്ധപ്പെടാമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ച ഒരു കാര്യമാണ്. അനാവശ്യ യാത്രകൾ നടത്തരുതെന്ന് പ്രത്യേകം ഇന്ത്യൻ പൗരന്മാരോട് അറിയിച്ചിട്ടുണ്ട്. കോൺസുലർ സേവനങ്ങൾക്കോ ഇന്ത്യൻ എംബസി സേവനങ്ങൾക്കോ ഒരു തരത്തിലുള്ള മുടക്കവും ഇല്ല എന്ന് കൂടി ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. ഇതിനോടുകൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യം, മേഖലയിലെ സംഘർഷ സാഹചര്യത്തിന്റെ ഒരു സാധ്യതയിൽ ഒമാൻ അതീവമായി അപലപിച്ചിട്ടുണ്ട്. കാരണം ഈ സംഘർഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടി സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഏറെ പ്രയത്നിച്ച ഒരു രാജ്യം കൂടിയാണ് ഒമാൻ. ഈ ആണവ ചർച്ചയിൽ നിരന്തരമായി മധ്യസ്ഥ റോൾ വഹിച്ച ഒരു രാജ്യം കൂടിയാണ് ഒമാൻ. മൂന്നോ നാലോ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മസ്കത്തിൽ വരെ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം ജനീവയിൽ നടന്ന ചർച്ചയിലും ഇതിന്റെ ഭാഗമായി ഒമാനിലെ മന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഈ ചർച്ച പോസിറ്റീവാണെന്നും സംഘർഷത്തിലേക്ക് പോകില്ല എന്നാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൂടി അദ്ദേഹം സെയ്ദ് ബദർ പറഞ്ഞിരുന്നു, വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഉണ്ടായ ഒരു ആക്രമണ സാഹചര്യം, സംഘർഷ സാഹചര്യം ഏറെ വേദനിപ്പിച്ചെന്നും അദ്ദേഹം ഇന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. ഈ സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നാവുമെന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിച്ചതെന്നും, പക്ഷേ ഈ സാഹചര്യം വളരെയധികം അപലപിക്കുകയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിരപരാധികളായ ആളുകളുടെ ബുദ്ധിമുട്ടിൽ അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് കൂടി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്തിനായാലും മധ്യസ്ഥകൾ വഹിച്ച ഒമാന് ഇത് തീർത്തും അവർക്ക് നിരാശാജനകമായ ഒരു കാര്യം കൂടിയാണ് ഇന്ന് സംഭവിച്ചതെന്ന് കൂടി ഒമാൻ പ്രത്യേകം പറയുന്നുണ്ട്. നിലവിൽ ഈ പ്രശ്ന പരിഹാരത്തിന് ചർച്ചയിലേക്ക് മടങ്ങുക എന്ന് തന്നെയാണ് ഇതിനുള്ള പ്രശ്ന പരിഹാരം എന്ന് കൂടി ഒമാൻ കരുതുന്നുണ്ട്. എന്തിനായാലും നിലവിൽ ഒമാനിൽ സംഘർഷ സാഹചര്യം ഇല്ല. പക്ഷേ എങ്കിലും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ഇന്ത്യൻ എംബസിയും ഒമാൻ അധികൃതരും അറിയിക്കുന്നുണ്ട്. അതാണ്. ഏതായാലും US ഇറാൻ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തുടക്കഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലൊരു ചർച്ചകൾക്ക് മധ്യസ്ഥ നിന്ന രാജ്യമാണ് ഒമാൻ. പല രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോഴും അതിന് മുന്നിൽ നിന്ന് നയിച്ച ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അവിടെ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ജാഗ്രതാ നിർദ്ദേശം അവിടെ നൽകിയിട്ടുണ്ട്. ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ ഒമാനിൽ ഇല്ല. എങ്കിലും അവിടെ ജാഗ്രത തുടരണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ആഗ്രഹവും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ